ഇന്ന് നമ്മൾ 4 മണി സമയത്തൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാകും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഇഷ്ടപ്പെടുന്ന വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. ചെറുപയറൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പം ആദ്യം നമുക്കിതിലേക്ക് കുറച്ച് ചെറുപയർ വേണം. ഒരുപാടൊന്നും വേണ്ട. ഒരു 1/4 കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സുഖിയനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചെറുപയർ വേവിച്ചെടുക്കുന്നുണ്ടല്ലോ. ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് 1-2 വിസിൽ മതിയാവും. ഒരുപാട് വെന്തുടയാത്ത രീതിയിൽ ഒരു പൊടി ഉപ്പും കൂടെ കൂട്ടിയിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വേണ്ട. ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് വേവിച്ചെടുക്കുക, ഉടയാത്ത രീതിയിൽ. അങ്ങനെ ഒരു 1/4 കപ്പ് ചെറുപയർ വേവിച്ച് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് അളവിലുണ്ടാവും കേട്ടോ. വെന്ത് വരുന്ന സമയത്ത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് ഇതിലേക്ക് 2 ഏത്തപ്പഴം, നേന്ത്രപ്പഴമാണ് വേണ്ടത്. അത്യാവശ്യം പാകത്തിന് പഴുത്തിട്ടുള്ള പഴം എടുത്തിട്ട് ഇതുപോലെ നടുവിലൂടെ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കനം കുറച്ച് മുറിച്ചിട്ട് പഴം ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ അതുപോലെ തന്നെ ഒരു ഇത്തിരി ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബദാം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാഷ്യൂ കുറച്ച് നമുക്ക് എന്താണോ അതിൻ്റെ ഇടയിൽ ഇത്തിരി കടിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പഴം ഇട്ടിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാഷ്യൂ ഒക്കെ നിങ്ങൾക്ക് മാറ്റി വേറെ പാത്രത്തിലേക്ക് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. പഴം ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പക്ഷേ ഉടഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. ഉടഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ഒന്നങ്ങ് വാടിയിട്ടും ഉണ്ടാവണം. അങ്ങനെ 2-3 മിനിറ്റ് ഇതുപോലെ വഴറ്റി കഴിഞ്ഞാൽ ചെറിയ തീയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ടാകും. അപ്പം ഈ പഴം നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര വേണം. അപ്പോൾ ഒരു 120 ഗ്രാമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ല് വെച്ചിട്ട് ഒന്നങ്ങ് പൊടിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അത്യാവശ്യം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് ഇതുപോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ഇത്രയ്ക്ക് ശർക്കര വേണ്ടി വരില്ല കേട്ടോ. ഞാനെടുത്ത പഴത്തിന് കുറച്ച് പുളി കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മധുരം പാകമാണ്, നോക്കിയിട്ട് എടുത്താൽ മതി. ഇതിങ്ങനെ നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്ന് അരിച്ചെടുക്കണം. അതായത് അതിലത്തെ ഒരു പൊടി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ എടുക്കാം. അങ്ങനെ ഒന്ന് അരിച്ചിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക. ആ ഒരു ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് വെള്ള എള്ളുണ്ടെങ്കിൽ ഒരു 1-1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, ഇടയ്ക്ക് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറുപയർ അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സുഖീനുള്ള ഒരു വേവ് കറക്റ്റ് ആയിരിക്കും, ഒരുപാട് ഉടയാത്ത രീതിയിൽ, എന്നാൽ വെന്തിട്ടുണ്ടാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ആ ശർക്കര ഈ ഒരു ചെറുപയറിലേക്ക് എല്ലാത്തിലേക്കും നന്നായിട്ടൊന്ന് പിടിച്ച് വന്നോട്ടെ. ആ ഒരു ശർക്കര പാനിയൊക്കെ വറ്റി ഇതുപോലെ നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് ഇനി ആദ്യം വഴറ്റി വെച്ചിട്ടുള്ള പഴവും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുക. ഒരു മിനിറ്റൊക്കെ തന്നെ മിക്സാക്കി എടുത്താൽ മതിയാവും. കാരണം ചെറുപയറിൻ്റെ അതുപോലെ തന്നെ ശർക്കരയുടെ ഒക്കെ ടേസ്റ്റ് പഴത്തിലേക്കൊന്ന് മിക്സായി കിട്ടുക, അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊരു ചെറിയ ചൂടോട് കൂടെ തന്നെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യും. ഒരു ഇളം ചൂടിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ചൊരു പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. ഒരു ഭംഗിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും 4 മണി ചായയുടെയൊക്കെ കൂടെ ഒരുപാട് ഓയിൽ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്